പാകിസ്ഥാനുമായി ഇനി ക്രിക്കറ്റ് പരമ്പരയ്ക്കില്ലെന്ന് BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ കോഴിക്കോട് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് BCCI തീരുമാനം. BJP ദേശീയ കൗൺസിലിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയതാണ് അനുരാഗ് ഠാക്കൂർ. इन आतंकवादी हमलों के कारण हर भारतीय के मन में गुस्सा है और इस गुस्से का सबसे बड़ा कारण है कि हमारे पड़ोसी देश की ज़मीन से लगातार जिस तरह से आतंकवाद को बढ़ावा मिलता है उसके लिए उसको पूरी दुनिया भर में बेनकाब करना चाहिए। भारत सरकार बहुत सफल हुई है और पाकिस्तान दुनिया के सामने आज पता चल रहा है कि किस तरह से आतंकवाद को बढ़ावा दिया है। आज दुनिया के सामने दो बड़ी चुनौतियां हैं, ट्रेड और टेररिज्म। आर्थिक मंदी के कारण ट्रेड पर फ़र्क पड़ा है, टेररिज्म के कारण ट्रेड पर फ़र्क पड़ा है और इसी आतंकवाद के कारण हज़ारों हज़ार लोगों की जानें दुनिया भर में जा रही हैं और यही दबाव लगातार दुनिया भर में पाकिस्तान के खिलाफ बनाने की आवश्यकता है। जहाँ तक आपने क्रिकेट की बात कही, ना इस वर्ष पाकिस्तान के साथ कोई मैच होने का प्लान है, ना ही कोई बायलैटरल टूर्नामेंट होगा और जहाँ तक परिस्थितियों की बात है, मुझे लगता है इसके बारे में सोचना भी सही नहीं है और सोचने की तो कहीं शुरुआत भी नहीं हुई। ना सवाल खड़ा करना चाहिए, ना ही कोई खेलने की तैयारी करनी चाहिए। BJP ദേശീയ കൗൺസിലിന്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദതന്ത്രവുമായി BDJS. BJP നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് BDJS. ഇത് സംബന്ധിച്ച BDJS നേതാക്കൾ കണിച്ചുകുളങ്ങരയിൽ യോഗം ചേർന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BDJS ദേശീയ നേതൃത്വം കണിച്ചുകുളങ്ങരയിൽ യോഗം ചേർന്നത്. കേരളത്തിൽ BJPക്ക് MLA ഉണ്ടായതും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാതിരുന്നതും BDJSന്റെ ശക്തി കൊണ്ടാണെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഗുണമുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള 15% വോട്ടായപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഏതായാലും കഴിഞ്ഞ ഇന്ത്യക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഇലക്ഷൻ മത്സരിച്ച സമയത്ത് എല്ലാ പ്രാവശ്യവും കെട്ടിവെച്ച കാശ് പല പ്രാവശ്യം അവർക്ക് പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോലും കെട്ടിവെച്ച കാശ് പോയില്ല. ഏതാണ്ട് 7ഓളം സ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി, ഒരാൾ ജയിച്ചു. മറ്റുള്ള സീറ്റുകളിലെല്ലാം 4000ഓളം വോട്ടുണ്ടായിരുന്ന കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 10,000ങ്ങളാണ് വോട്ട് കൂടിയത്. അതിന് കാരണം BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ ഇത്രയും കൂടുതൽ വോട്ട് എങ്ങനെ BJPക്ക് ഒറ്റയടിക്ക് കൂടാൻ കഴിയും? BJP ദേശീയ കൗൺസിൽ യോഗം കോഴിക്കോട് ചേരുന്ന സാഹചര്യത്തിൽ BJP ദേശീയ നേതാക്കളുടെ ശ്രദ്ധയാകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് BDJS യോഗം നടന്നത്. രാജ്യസഭാ സീറ്റടക്കം 20 സ്ഥാനങ്ങൾ നൽകുമെന്നാണ് BJP BDJSന് നൽകിയ ഉറപ്പ്. എന്നാൽ പലതവണ BJP ദേശീയ അധ്യക്ഷനുമായി ചർച്ച നടത്തിയിട്ടും പ്രയോജനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വരുന്ന 25-26 തീയതികളിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താൻ BDJS നേതാക്കൾ തീരുമാനിച്ചത്. കോഴിക്കോട് നടക്കുന്ന BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല. പകരം BDJS നേതാക്കളായിരിക്കും പങ്കെടുക്കുക. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മോദി സർക്കാരിന്റെ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. നേതാക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അമിത് ഷാ പറഞ്ഞു. ഉറിയിൽ ഉൾപ്പെടെയുള്ള പാക് ഭീകരാക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് ദേശീയ കൗൺസിലിൽ തീരുമാനമെടുക്കും. നാളെ നടക്കുന്ന പൊതുസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. BJP ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള നേതൃയോഗങ്ങളാണ് ഇന്ന് കോഴിക്കോട്ട് നടന്നത്. ദേശീയ ഭാരവാഹികളുടെയും സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും യോഗം ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. നേതാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് അമിത് ഷാ നിർദ്ദേശിച്ചു. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് പരാജയം സംഭവിച്ചുവെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി. പാക് ഭീകരാക്രമണ വിഷയത്തിൽ ഇന്ത്യൻ ജനതയുടെ വികാരം പാർട്ടി മാനിക്കുന്നതായി ജനറൽ സെക്രട്ടറി റാം മാധവ് പറഞ്ഞു. പ്രശ്നം ഉചിതമായ തലത്തിൽ കൈകാര്യം ചെയ്യുമെന്നും റാം മാധവ് അറിയിച്ചു. We are a party of the grassroots workers, so naturally we appreciate and understand the sentiments in the country. And naturally, yes, we all, right from national president down the line, all the cadres regularly get inputs from the people. That's why I said all the important issues, including the ones that you have raised, will be taken up at an appropriate level. And certainly that discussion, the essence of the discussion will be communicated to you whenever that process is completed. നാളെ വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉറി ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടെ നിലപാട് വരും ദിനങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദേശീയ കൗൺസിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിലെ മുഖ്യ വിഷയവും അതുതന്നെയായിരിക്കും. കോഴിക്കോട് നിന്നും PV കുട്ടൻ.
BDJS BJP അഭിപ്രായ വ്യത്യാസം ശരിവെച്ച തുഷാർ വെള്ളാപ്പള്ളി വാഗ്ദാനം ചെയ്ത സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൽ അണികളിൽ അസംതൃപ്തിയുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റന്നാൾ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അതിനൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനമായിട്ടില്ല. പക്ഷേ ആ തീരുമാനമാകാത്തതിൽ അണികളിൽ കുറേയധികം ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരു കാരണവശാലും BDJSും BJPയുമായി ഒരു അകൽച്ച ഉണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ അത് ഒരു ശരിയായിട്ടുള്ള വാർത്തയല്ല. ചർച്ച ചെയ്യപ്പെടും തീർച്ചയായിട്ടും. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ ഒരു ബാർഗെയിനിങ് പാക്കേജോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളാരും മുമ്പോട്ട് വെച്ചിട്ടില്ല. നേരത്തെ തന്നെ BJP കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം, അതിന് ടെക്നിക്കലായിട്ടുള്ള ചില തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ നടക്കുന്നതുമായിരിക്കും. അത് നേതൃത്വത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിലും കീഴ്ഘടകത്തിലുള്ള പല ആൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടുള്ള തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വെള്ളാപ്പള്ളി നടേശന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. BDJSുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഇല്ലെന്ന് കുമ്മനം കോഴിക്കോട് പറഞ്ഞു. BDJSും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരുവിധ കുഴപ്പവും നാളിതുവരെ സംഭവിച്ചിട്ടില്ല. വളരെ സുദൃഢമായ ബന്ധമാണ്. ഒരുമയോടെയും ഐക്യത്തോടും കൂടിയാണ് NDAയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളും എല്ലാവരും ഈ കാര്യത്തിൽ ഒരുമയോടുകൂടി LDFനും UDFനും എതിരെ കേരളത്തിലുണ്ടായിട്ടുള്ള ജനാഭിപ്രായത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ബദൽ ശക്തിയായിട്ട് തന്നെയാണ് NDA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളാണ്. കോഴിക്കോട് നടക്കുന്ന BJP ദേശീയ എക്സിക്യൂട്ടീവ് ഏകാത്മവാദം നടപ്പിലാക്കാനാണെന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചാതുർവർണ്ണയ വ്യവസ്ഥ തിരികെ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് BJP ദേശീയ കൗൺസിൽ ചേരുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പുനഃപ്രതിഷ്ഠയാണതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പാകിസ്ഥാൻ വിരുദ്ധ മുസ്ലിം വിരുദ്ധ വികാരം ഇളക്കിവിട്ട് യുദ്ധത്തിലേക്ക് നയിച്ച് യഥാർത്ഥ ജനകീയ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് BJP സർക്കാർ. BJP അധികാരത്തിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് രാജ്യം അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയാതെ വന്നു. BJP പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകാത്മത ദർശനമാണ് അവർ നടപ്പാക്കാൻ പോകുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യനെ തരംതിരിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഏകാത്മത ദർശനത്തിന്റെ ആദർശം. ദളിത് വിരുദ്ധ പിന്നോക്ക സമുദായങ്ങൾക്കെതിരായ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമാണ് കോഴിക്കോട്ട് BJP സമ്മേളനം വെച്ച് മുഴങ്ങാൻ പോകുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും കൊല്ലുമെന്ന മുന്നറിയിപ്പായിരുന്നു അഴീക്കുടൻ രാഘവന്റെ കൊലപാതകത്തിലൂടെ 1972 നടത്തിയത്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ്. LDF ഭരണം തുടരുമെന്ന അസ്വസ്ഥത കൊണ്ടാണ് UDFും BJPയും ഭീകരരായി CPIMനെ ചിത്രീകരിക്കുന്നതെന്നും ചെന്നിത്തല പറത്തിയ സമാധാനത്തിന്റെ പ്രാവ് പറന്നു നിന്നത് യൂത്ത് കോൺഗ്രസ് അക്രമവേദിയായ പയ്യന്നൂർ ബാങ്കിന് മുന്നിലാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അഴീക്കോടൻ രാഘവന്റെ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, മന്ത്രി E. P. ജയരാജൻ, നേതാക്കൾ M. V. ജയരാജൻ, P. K. ശ്രീമതി, K. രാഗേഷ്, AN ഷംസീർ, KP സഹദേവൻ, M. പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബാർ കോഴക്കേസ് അട്ടിമറിച്ചത് വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡി തന്നെ. കേസിൽ KM മാണിക്കെതിരായ തെളിവുകൾ പരിഗണിക്കരുതെന്ന് കാണിച്ച് റെഡ്ഡി അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സുകേശന് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് വിജിലൻസിന്റെ കുറ്റസമ്മതം. കത്തുകൾ അടിസ്ഥാനമാക്കി റെഡ്ഡിക്കും സുകേഷിനുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. നാടകീയത കൊണ്ട് സംഭവബഹുലമായ ബാർക്കോഴ കേസിൽ ആരോപണ വിധേയരായ മുൻ മന്ത്രിമാർക്ക് പിന്നാലെ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരും കുരുക്കിലേക്ക് നീങ്ങുകയാണ്. മാണിക്കെതിരായ ബാർക്കോഴ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് SP R. സുകേശനും മുൻ വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡിക്കുമെതിരെ അന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ ഉത്തരവിട്ടു. അന്വേഷണ ഘട്ടത്തിൽ ഇരുവരും ചേർന്ന് പ്രതിയായ KM മാണിയെ രക്ഷിക്കുന്നതിനു വേണ്ടി പ്രധാന തെളിവുകളിൽ തിരിമറി കാട്ടിയെന്നാരോപിച്ച് പൊതുപ്രവർത്തകനായ പായിച്ചർ നവാസ് നൽകിയ ഹർജിയിലാണ് കോടതി ഇരുവർക്കുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 45 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. സുകേഷിന്റെ കേസ് ഡയറിയിൽ മേലുദ്യോഗസ്ഥനായ ശങ്കർ റെഡ്ഡി ഇടപെട്ടിരുന്നു എന്ന് വിജിലൻസ് തന്നെ ഒടുവിൽ സമ്മതിച്ചു. അന്വേഷണത്തിനിടെ ലഭിച്ച പ്രധാന തെളിവുകൾ അട്ടിമറിക്കുന്നതിനായി 2015 ഫെബ്രുവരിയിലും മാർച്ചിലും 2016 ജനുവരി 6, 11 എന്നീ തീയതികളിലും ശങ്കർ റെഡ്ഡി കീഴുദ്യോഗസ്ഥന് 4 കത്തുകൾ നൽകിയിരുന്നു.
കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾ അട്ടിമറിക്കുന്നതിനായി കേസിലെ ദൃക്സാക്ഷിയായ അമ്പിളിയുടെ മൊഴി അവഗണിക്കാൻ ശങ്കർ റെഡ്ഡി സുകേശിന് നിർദ്ദേശം നൽകിയതിലും ദുരൂഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തി. ഇതോടെ മുൻ മന്ത്രിമാരായ കെ ബാബുവിനും കെ എം മാണിക്കും പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ബാർക്കോഴ കേസിൽ ആരോപണ വിധേയരാവുകയാണ്. ഉൽപ്പത്തി മുതൽ നാടകീയത കൊണ്ട് ഏറെ പിരിമുറുക്കങ്ങൾ സമ്മാനിച്ച ബാർക്കോഴ കേസിലെ അന്തർനാടകങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തുന്നു. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കോടതി നടപടി സ്വാഗതാർഹമെന്ന് VS അച്യുതാനന്ദൻ. ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. NDA മുന്നണിയിൽ BDJSന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതി അറിയിക്കാൻ താൻ അമിത്ഷായെ കാണില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന്റെ നേതാക്കളാണ് അമിത്ഷായെ കാണേണ്ടത്. ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും SN കോളേജിലെ ഒഴിവുകൾ അറിയിക്കാനാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എനിക്ക് പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. അമിത്ഷായെ കാണേണ്ടത് പ്രധാനമന്ത്രിയെ കാണേണ്ടതായ ഒരു ആവശ്യം എനിക്കില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കും. മുൻ മന്ത്രി കെ ബാബുവിന്റെ ശമ്പള വിവരങ്ങൾ തേടി വിജിലൻസ് നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. നിയമസഭാ അംഗമെന്ന നിലയ്ക്ക് ബാബുവിന് കഴിഞ്ഞ 25 വർഷക്കാലം ലഭിച്ച ശമ്പളത്തിന്റെ വിവരങ്ങളാണ് വിജിലൻസ് തേടിയത്. ഒപ്പം ബാബു സമർപ്പിച്ച ആദായനികുതി റിട്ടേണുകളിലെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിനോടും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻമന്ത്രി കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമാണ് നിയമസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. കെ ബാബു നിയമസഭാംഗമായിരുന്ന 25 വർഷക്കാലം നിയമസഭാംഗമെന്ന നിലയിൽ കൈപ്പറ്റിയ ശമ്പളത്തിന്റെ വിവരങ്ങൾ നൽകാനാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലം ബാബുവിന്റെ ഏക വരുമാനം നിയമസഭാംഗം എന്ന നിലയ്ക്കുള്ള ശമ്പളം മാത്രമായിരുന്നു. ഈ വരുമാനവും ബാബു ആർജിച്ച സ്വത്തും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് വിജിലൻസ് നീക്കം. ഇതിനായി കെ ബാബു ആദായനികുതി വകുപ്പിന് സമർപ്പിച്ച റിട്ടേണുകൾ വിജിലൻസ് പരിശോധിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം ബാബു സമർപ്പിച്ച റിട്ടേണുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് വിജിലൻസ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകി. ബാബു സ്വയം വെളിപ്പെടുത്തിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ റിട്ടേണുകളിൽ നിന്ന് ശേഖരിക്കാനാകും. ഇതിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. കെ ബാബു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്തുവിവരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജിലൻസിന് കൈമാറി. ഇവയും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചു. ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയ വിധിയിൽ ഗുരുതര പിഴവ് ഉണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ പുനഃപരിശോധനാ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. ഇക്കാര്യം കേരളത്തിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ പരാമർശിക്കും.